ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ഞാനൊരു ചുമ്മാ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത്ര നേരം ചോദിച്ചോണ്ടൊക്കെ സീരിയസ് ആയിരുന്നു. ഞാൻ ചുമ്മാ ചോദിക്കാൻ പോകുന്നത്. അല്ല, ഇനി ചുമ്മാ ചോദിക്കാൻ. ചോദിക്കണം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ഞാനൊരു കമന്റ് വായിച്ചതാണ്. ജീവിച്ചു കാണിക്കുന്നു ക്രോസ്, കാണിച്ചു ജീവിക്കുന്നു ടിക്ക്. അതിനെന്താണ് പറയാനുള്ളത്? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. കാണിച്ച് ജീവിക്കുന്നത് കാണാൻ ആളുണ്ടായിട്ടില്ലേ? ആരും കാണാനില്ല, എനിക്ക് ആരും സപ്പോർട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കൂടെ? അപ്പൊ കാണാൻ ആളുണ്ടെങ്കിൽ കാണിക്കും, തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. അപ്പൊ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന എന്തും കാണിക്കാൻ നിമിഷ റെഡിയാണ്. ഉറപ്പായും. കണ്ടോടാ, എന്ത് മര്യാദയുള്ള സ്ത്രീ. ഞാൻ എത്ര കൊല്ലം മുമ്പ് കണ്ടതാ ഇവരെ. എന്നിട്ട് ആ സ്നേഹം കാണുമ്പോ സത്യത്തിൽ എന്റെ കണ്ണൊക്കെ നമുക്ക് പിന്നെ 8ഓളം സിനിമകളിൽ അഭിനയിച്ച നിമിഷ ബിജോ കാസ്റ്റിംഗ് കൗച്ച് നേരിടാൻ കാരണമായിട്ടുണ്ടോ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് വിളി വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. ആ കാസ്റ്റിംഗ് കൗച്ച് ഞാനിപ്പോ എടുത്തിരുന്നെങ്കിൽ നയൻതാര ഒന്നുമല്ല, വേറെ ഞാനും മേലേക്ക് ലെവലായി പോയേനെ. ബിക്കിനി ഫോട്ടോഷൂട്ടുകൾ ഒരുപാട് അതിനുള്ള ഓഫേഴ്സുകൾ വരുന്നുണ്ടെന്ന് നിമിഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനോട് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പ്രേക്ഷകര് ബിക്കിനി കാണണം, എന്നെ ബിക്കിനിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും ഉണ്ട്. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. എന്നെ താരമാക്കിയ ആൾക്കാര് എന്നോട് പറയുന്നുണ്ട്, പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് എനിക്ക് ഞാൻ പലതും കാണിക്കുന്നില്ലല്ലോ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ്. അതിന് അപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ? നിങ്ങൾക്കില്ലാത്തതല്ലേ എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. പിന്നെ ഈ ബിക്കിനി ഫോട്ടോഷൂട്ടിന്റെ കാര്യം, ഇതെന്റെ പ്രൊഫഷണലാണ്. അതെന്റെ കുലത്തൊഴിലാണ്, എന്റെ ചോറണേ. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടേ പോകൂ. ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ വക്കീലെ, ഇന്ന് ഈ വീട്ടിലൊരു അടിപൊട്ടുന്ന ഉറപ്പാ. പൗലോസട്ടം ഗീറ് മാറി കഴിഞ്ഞു. വേണമെങ്കിൽ വാ കാണാം. എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്, അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത്? ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. പിന്നെ നീ എന്തുണ്ടാക്കിയെന്നാ ഈ പറയണത്? ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതനാകുകയും ചെയ്യാറുണ്ട്. ഇനി ഒരു വാക്കിയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും. ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെയാണോ പറഞ്ഞ വലിയ സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു. താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ട് കിണ്ണാൻ വെച്ചരും കേട്ടേ. ദേഷ്യം ഞാൻ മോന്ത അടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോണ്ട് വന്നിട്ട് മേലാക്കി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.